ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് മാറോളി സ്റ്റോറിയുടെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത് അവൾ ജനാലയുടെ അരികിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അവൾ ജനാലയുടെ അരികിൽ അങ്ങനെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അവൾ ഉണരുന്നത് അലാറം കേട്ടാണ്. അവൾ ഫുള്ള് കൺഫ്യൂസ് ആയിരുന്നു. ഉണർന്നപാട് ചിന്തിച്ചത് ഇന്നത്തെ സ്കൂളിനെ പറ്റിയിട്ടും അമ്മ പറഞ്ഞതും ബെല്ലയെക്കുറിച്ചൊക്കെയാണ്. അവൾ പെട്ടെന്ന് തന്നെ ബെല്ലയെ വിളിച്ചു. അവൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ കൂടെയാണ് ബെല്ലയുടെ ഹോസ്റ്റൽ. പെട്ടെന്ന് ബെല്ലയെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഇന്ന് പോകുന്നില്ല എന്ന് ഉറപ്പാണോ? അപ്പോൾ ബെല്ല പറഞ്ഞു എനിക്ക് ഉറപ്പാണ്, എനിക്ക് വയ്യ, എൻ്റെ അമ്മ പറഞ്ഞിട്ട് പോകണ്ടാന്ന്. ആൻഷമ്മ പറഞ്ഞു അങ്ങനെ പറയല്ല, നമുക്ക് ഒന്നിച്ച് പോകാം, ഇപ്പോൾ പേടിക്കേണ്ട ഒന്നും ഉണ്ടാവത്തില്ല, നമുക്കെല്ലാം അറിഞ്ഞിട്ട് വരാം, നീ ഇതുവരെ പോവാത്തതല്ലേ, അപ്പം ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വരാമെന്നൊക്കെ പറയാം. അപ്പം ബെല്ല പറയാണ് നിനക്കെന്തിന് ഇത്ര നിർബന്ധം? അതല്ല ബെല്ല, എൻ്റെ അമ്മ എന്തായാലും പറഞ്ഞിരുന്നു പോകണമെന്ന്, എനിക്കറിയില്ല അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറയണം. അപ്പം ബെല്ല ഫുൾ കൺഫ്യൂസ് ചെയ്ത് ചോദിക്കാണ്, ബെല്ല എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ? ഏതായാലും ഞാനില്ല, എന്നോട് അമ്മ എപ്പോഴും പറയാറുണ്ട് ആൻസറിൻ്റെ ഒരിക്കലും പോകാൻ പാടില്ലാന്ന്. അത് ഫൈൻ ആൻസർമാരാണ്, നീ പ്ലീസ് ജസ്റ്റ് എൻ്റെ അമ്മയോടൊന്ന് വിളിച്ചു ചോദിക്കുക, ഞാനും ഒന്ന് ചോദിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഫോൺ കാട്ടിയാണ്. ആൻഷമ്മ പെട്ടെന്ന് തന്നെ അവളെ അമ്മയോട് വിളിച്ചിട്ട് ചോദിക്കാണ്, അമ്മ ഞാൻ പോകണമെന്ന് നിർബന്ധമാണോ? അമ്മ എന്താ അങ്ങനെ പറഞ്ഞ കാരണം പറയോ? അമ്മയ്ക്ക് അറിയായിട്ടാണ്, അവിടെ ആനിവേഴ്സറിൻ്റെ അന്ന് എന്തൊക്കെയോ നടക്കാറുണ്ട്, ഇന്നാണ് ആ ആനിവേഴ്സറി, അവിടെ ഒരു ഡോറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അമ്മയോട് പറയാണ്. അമ്മ അറിയാണ് ആൻഷമ്മ ഓളെ എനിക്കറിയില്ലേ, ഞാൻ ഒന്നും കാണാതെ പറയത്തില്ല, നീ ഇന്ന് പോകണം, പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതൊക്കെ നീ അറിയണം, കണ്ടുപിടിക്കണം, അതിനാണ് ഞാൻ എന്നെ അവിടെ ചേർത്തത് തന്നെ. ഇതുവരെ ഞാൻ നിന്നോട് ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ആക്കിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ പറയാണ് നീ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല, ആരും ഇല്ലെങ്കിലും ഒറ്റക്കാണെങ്കിലും ഒറ്റക്ക് പോകണം. പിന്നെ ഞാൻ പറഞ്ഞ സമയം കഴിയാതെ നീ ആ സ്കൂളിൻ്റെ ഗേറ്റിൽ നിന്ന് പുറത്തരരുത്, നീ തന്ന വാക്കാണിത്, ഇത് പാലിക്കണം. പക്ഷെ അമ്മ എനിക്ക് പേടിയാണ് അമ്മ എന്നൊക്കെ പറയുമ്പോൾ ആൻഷയുടെ അമ്മ പറയാണ് നീ പേടിക്കാൻ പാടില്ല, നീ മാർഷലിൻ്റെ മോളാണ്, നീ പേടിക്കാണ്ട് ഇതൊക്കെ നേരിടാം, നീ എനിക്കൊന്നും സംഭവിക്കരുത്, അമ്മ ഉണ്ട് എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ അവളെ ധൈര്യം കൊടുക്കാണ്. അങ്ങനെ പിന്നെയും ആൻഷന്മാരാണ്, പക്ഷെ ബെല്ലയില്ല അമ്മ എന്നൊക്കെ പറയുമ്പോൾ മാർഷൽ പറയാണ്, അതായത് ആൻഷയുടെ അമ്മ പറയാണ് ഇപ്പോൾ പേടിക്കേണ്ട, നിന്നെ കൊണ്ടാവും എന്നൊക്കെ പറയണം. പിന്നെ കൂടുതൽ സംസാരിക്കാത്ത ആൻഷയുടെ അമ്മ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടിയാണ്. അപ്പോൾ ആൻഷി നമുക്ക് മനസ്സിലായി അമ്മ എന്തോ അറിഞ്ഞിട്ട് എന്തിനോ ഒരു ആവശ്യത്തിനാണ് തന്നെ അങ്ങോട്ടേക്ക് അയക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആൻഷി അമ്മക്ക് എന്തോ ഒരു ആത്മവിശ്വാസമൊക്കെ വന്ന് ഇന്ന് പോവാം, എന്തായാലും പോയി നോക്കാം എന്നുള്ളൊരിത് വന്ന്. ഒന്നാമതൊക്കെ കുറച്ച് കൂട്ടത്തിലാണെങ്കിലും ബെല്ലയില്ലാന്ന് അറിയുമ്പോൾ ഒരിത് അത്രേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് അവൾ ബെല്ലയെ വിളിച്ചു നോക്കുമ്പോഴൊക്കെ ബെല്ല പറയാണ് എടി സോറി ഞാൻ ഇന്നില്ല, എൻ്റെ അമ്മ പറഞ്ഞു പോകണ്ടാന്ന്, അവിടെ എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയാണ്, എനിക്കും ഭയങ്കര പേടിയാണ്, നീ ഒന്ന് പോകണ്ട പറയാണ്. അപ്പം ആൻഷോ പറയണം എല്ലാടി ഞാനിന്ന് പോകുന്നു, നീ വരുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ ബെല്ല പറയണം എടി നീ ഒറ്റക്ക് പോകണ്ട, ഇന്നവിടെ ആരും ഉണ്ടാവില്ല, പ്രിൻസിപ്പൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ടീച്ചേഴ്സ് പോലും ഇന്ന് വരാൻ പേടിക്കുന്ന ദിവസമാണെന്ന് പറയാം. അപ്പം ആൻഷോ പറയണം എടി ഞാനെന്തായാലും പോകുന്നു, അതിനടുത്ത തീരുമാനം, നീ വരുന്നുണ്ടോ? വീണ്ടും ബെല്ലക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല, പോകണോ വേണ്ടി ഒന്നും അറിയത്തില്ല. അവസാനം ബെല്ല പറയണം ഞാൻ വരുന്നത്, ഏതായാലും നീ ഒറ്റക്ക് പോകണ്ട. അപ്പം ആൻഷമ്മ പറയണം അപ്പം നിൻ്റെ അമ്മയോ? അമ്മയോട് പറയണ്ട, ഞാൻ വരുന്നു, ഞാൻ റെഡി ആയിട്ട് വെക്കാം, പോകാൻ്റെയും കൂട്ടണേ എന്ന് പറയണേ. അപ്പം ആൻഷമ്മക്ക് ചെറിയ സന്തോഷക്കാരാണ്. അവളങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോയിട്ട് റെഡി ആവാണ്. അപ്പം റെഡി ആയിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പം ആൻഷുമക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യാണ്. അവളെന്തോ ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു ഇതൊക്കെ തോന്നാണ്. അങ്ങനെ ആൻഷുമ്മയും ബെല്ലയും കൂടിയിട്ട് അവരുടെ സ്കൂളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവരുടെ സ്കൂളിലേക്ക് തന്നെ വേറൊരു പെൺകുട്ടിയും കൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെല്ലക്ക് ഭയങ്കര അതിശയം, ഇന്ന് കുട്ടികളൊക്കെ പോവോ? ആ കുട്ടിയെ കണ്ടിട്ടപ്പോൾ ബെല്ല ജസ്റ്റ് ചോദിക്കുകയാണ് ഹേയ് എത്രാം ക്ലാസ്സിലാണ് എന്നൊക്കെ ചോദിക്കുകയാണ്, ഏത് ഗ്രേഡിലാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയാണ് ഞാൻ അങ്ങനെ. ആ പെൺകുട്ടി സ്പീഡിൽ നടന്നു പോയി ഇവർ ബാക്കിലേ നടക്കുകയാണ്. അപ്പോൾ ആൻഷമ്മ ബെല്ലോട് ചോദിക്കുന്നുണ്ട്
അടി ഇന്ന് അത്രക്ക് ഡേഞ്ചറാണോ, ഇന്ന് ആരും വരത്തില്ല എന്നല്ലേ നീ പറഞ്ഞു. പിന്നെ ആ പെൺകുട്ടി പോകുന്നത്, ആ പെൺകുട്ടി എന്താ ഇത്ര സ്പീഡിൽ പോകുന്നത്, ടൈമൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പം വെല്ലം പറയണം, എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് നടക്കാം. വെല്ലൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്, നല്ല പേടിയുണ്ട് വെച്ചാൽ നല്ല പേടിയുണ്ട്. അവൾ കടിച്ച് പിടിച്ച് നിൽക്കാന്ന്. പോകുമ്പോൾ അനുഷമ്മയോട് പറയണടി, എനിക്ക് ഉറപ്പാണ്, നിർബന്ധമാണ് പോക്ക്, നമുക്ക് പോവാതിരുന്നൂടെ, നമുക്ക് തിരിച്ചു പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അനുഷമ്മ പറയാണ്, വേണ്ടടി നമുക്ക് പോവാം, തീരുമാനിച്ചതല്ലേ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുന്നത്. വീണ്ടും വല്ലേക്കാണ് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ അമ്മ എന്താക്കാൻ, എൻ്റെ അമ്മ പോണ്ടാന്ന് പറഞ്ഞതാന്നൊക്കെ പറയുമ്പോൾ അനുഷമ്മയാണ് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ അവർ സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവരെ കണ്ടപാടെ പ്രിൻസിപ്പൾ ഫുള്ള് ഷോക്കാകാണ്. പ്രിൻസിപ്പളിനെ കണ്ടപാടെ ആൻഷമ്മ, ഹേയ് ഗുഡ് മോർണിംഗ് മാം. അപ്പം പ്രിൻസിപ്പൾ ഗുഡ് മോർണിംഗ്. പ്രിൻസിപ്പൾ എന്തോ ഷോക്കിങ്ങിലാണ്, എന്തോ ഭയങ്കര ഷോക്കിങ്ങിൽ. പൊതുവെ കുട്ടികളൊക്കെ ഭയക്കുന്നതാണ്. ഇന്നിതാ 3 കുട്ടികളാണ് സ്കൂളിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ മുട്ടായി വിതരണം കഴിഞ്ഞിട്ട് ഇവരുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നേരെ എല്ലാവരും ക്ലാസ്സിലേക്ക് വിളിക്കുകയാണ്. ഇന്ന് പൊതുവെ ക്ലാസ് ഒന്നും എടുക്കത്തില്ല, പക്ഷെ എന്തെങ്കിലും ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് പീരീഡ് നമ്മൾ പ്രിൻസിപ്പളാണ് വരുന്നത്. പ്രിൻസിപ്പൾ വന്നിട്ട് ഇവരും ഇപ്പം 3 ഒരു ക്ലാസ്സിലാണ് ഉള്ളത്. ആൻഷോമിയും ബെല്ലയും ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുട്ടിയും. ആ പുതിയതായിട്ട് വന്ന കുട്ടിയുടെ പേരാണ് റായ. അങ്ങനിപ്പം ഇവർ 3 ഉള്ളത്. അങ്ങനെ ഇവർ 3 പ്രിൻസിപ്പൾ പറയാണ്, പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. അപ്പോൾ ഇവരൊക്കെ തലയാട്ടാണ്. എന്നിട്ട് പ്രിൻസിപ്പൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ആൻഷോമയോടാണ് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇന്ന് സ്കൂളിലേക്ക് വന്നതെന്ന്. അപ്പോൾ ആൻഷോമ പറയാണ്, സർ അത് ഞാൻ സാധാ വരുന്നോടെ വന്നതാണ്, ഇന്ന് ആനിവേഴ്സറി ആണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് ആൻഷമ്മ പറയുന്നത്. അപ്പോൾ ബെല്ലയോട് ചോദിച്ചപ്പം പറയുന്നത് ഇതേ അവസ്ഥ. അങ്ങനെ ഫൈനലി നമ്മുടെ റായയോട് ചോദിക്കുമ്പം റായ പറയുന്നത്, ഇവിടെ കുറച്ച് പ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതിനൊക്കെ തുരത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൾ പറയാണ്, അതൊക്കെ വെറും വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല, ഇന്ന് 3 മണിക്ക് സ്കൂൾ വിടുമെന്ന് പറയാം, അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ പോയിക്കോണം പറയാൻ. അപ്പോൾ ആൻഷമ്മ പറയാണ്, അല്ല സർ നമുക്ക് ഇവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ പറയാൻ. അപ്പം പ്രിൻസിപ്പൾ ജസ്റ്റ് ഇങ്ങനെ ഷോക്കിങ്ങിൽ കുറച്ച് കിടിച്ച് വറച്ച് പറയലില്ലേ, അങ്ങനെ പറയാൻ, അത് വേണ്ട, നിങ്ങൾ പോയിക്കോ, ലൈബ്രറിയിൽ നിന്ന് ബുക്സ് വീട്ടിലേക്ക് എടുത്തു എന്ന് പറയാൻ. അപ്പോൾ ആൻഷമ്മ പറയാണ്, വീട്ടിൽ പോയാൽ ഞാൻ പഠിക്കത്തില്ല, ഞാനും ബെല്ല ഇവിടുന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോയിക്കോളൂ പറയാൻ. അപ്പം പ്രിൻസിപ്പളാണ് അന്ന് നോക്കിയാൽ 4 മണി വരെ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓരോ ക്ലാസ് 3 മണിക്ക് വിടുകയാണ്. അങ്ങനെ ആൻഷോമിയും ബെല്ല ഇങ്ങനെ ആൻഷോമിയോട് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാം, ഇവിടെ ഇരിക്കണ്ടാന്ന്. അപ്പോൾ ആൻഷോമ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നീ പോയിക്കോ, ഞാൻ 6 മണി കഴിയാണ്ട് വരത്തില്ല എന്നിട്ട് നേരെ ലൈബ്രറിയിൽ പോയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ലൈബ്രറിയിലേക്ക് ഇരിക്കുമ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രിൻസിപ്പൾ ഒരു ബ്ലാക്ക് മുഖം മൂടിയിട്ട ഒരാളോട് സംസാരിക്കുന്നുണ്ടല്ലേ, അതേ ആൾ ഇപ്പോൾ ലൈബ്രറിയിലേക്ക് ഇങ്ങനെ കടന്നു വരാനൊക്കെയാണ്. അപ്പം നടന്ന് വരുമ്പം ആൻഷോമിയെ കണ്ടതും അയാളിങ്ങനെ ഒന്ന് നെട്ടുന്നുണ്ട്. അപ്പം അവിടെ നടന്നവർ തിരിച്ച് നടന്നു പോവുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ താഴെത്തിയതും പ്രിൻസിപ്പൾ അവിടെ ഫയലൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപാടെ ഈ മുഖം മുട്ടിയ ആൾ പെട്ടെന്ന് തന്നെ ഓടിയിട്ട് അയാളുടെ കാർ കയറിട്ട് പോവാൻ. അത് പ്രിൻസിപ്പൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഒരു ബ്ലാക്ക് കോട്ടും ബ്ലാക്ക് പാൻറ്റും ഒക്കെ കണ്ടിരുന്നു, പക്ഷെ വേറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ആൻഷമ്മയ്ക്ക് എന്തോ ആ ലൈബ്രറിയിലേക്ക് ആരോ വന്നതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഷമ്മ ജസ്റ്റ് ഒന്ന് എണീച്ചിട്ട്, വെള്ളം നീ ആരെങ്കിലും കണ്ടിരുന്നോ, ആരും നടക്കുന്ന ശബ്ദം കിട്ടും എന്നിട്ട് അവർ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആരും ഇല്ലായിരുന്നു. ഇത് കേട്ട വെല്ലൊക്കെ പേടിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, വേണ്ട ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇപ്പം ആൻഷമ്മക്ക് ചെറിയ നല്ല പേടിയുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പ്രിൻസിപ്പൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. 2 ആളൊന്നും നന്നായി പേടിക്കുന്നുണ്ടായിരുന്നു. പേടിച്ചൊരു ഷെൽഫിന് പിറകിൽ ഒളിച്ചു നിൽക്കായിരുന്നു. പ്രിൻസിപ്പൾ ഇവരെ കാണായിട്ടാണെങ്കിൽ പേടിച്ചിട്ട് ആൻഷമ്യ ബെല്ല ആൻഷമ്യ എന്ന് വിളിച്ചിരും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് അത് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ കണ്ടതും, സ്റ്റുഡൻസ്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ വരുന്നത്, നിങ്ങളിതൊരിക്കലും നിസ്സാരമായിട്ട് എടുക്കരുത്, നിങ്ങൾ
എത്രയും വേഗം വീട്ടിലേക്ക് പോയിക്കോ, പെട്ടെന്ന് പോയിക്കോ, ഞാനാ പറയുന്നത്, വൈകിക്കരുത്, സമയമില്ല, പെട്ടെന്ന് പോയിക്കോ. മാം എന്താ അങ്ങനെ പറയുന്നേ? പ്ലീസ് സ്റ്റുഡൻസ് വാ, പെട്ടെന്ന് താഴ്ക്കി എന്ന് പറയാണ്. അപ്പോൾ ആൻഷമ്മ പറയാണ്, സോറി മാം, എനിക്കിപ്പോൾ ഇവിടെ നിന്നേ പറ്റുള്ളൂ, എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ഇവിടെ നിൽക്കാൻ. ഇപ്പം അതൊന്നും പറയല്ല ആൻഷമ്മ, നീ പെട്ടെന്ന് വാ. ബെല്ല ഉടനെ തന്നെ പ്രിൻസിപ്പളിൻ്റെ ബാക്കിൽ പോകുന്നുണ്ടെങ്കിൽ ആൻഷമ്മ ആ ലൈബ്രറിയിൽ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ ബെല്ലയും സേഫ് ആക്കിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ സ്കൂൾ ഗേറ്റിന് പുറത്തെടുത്തിട്ട് ബെല്ല പ്രിൻസിപ്പളോട് പറയുന്നുണ്ട്, മാം ആൻഷമ്മ മേലെയല്ല, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രിൻസിപ്പളും ശ്രദ്ധിക്കുന്നത് ആൻഷമ്മ വരാത്ത കാര്യം. അപ്പോഴാണ് ബെല്ലയോട് പറയണത്, നീ ഇവിടെ നിന്ന് നിൽക്കുക, ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ ആൻഷമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സ്റ്റെപ്പ് കയറാണ്. സമയത്ത് ആൻഷമ്മ പേടിച്ചിട്ട് ഇങ്ങനെ ഒരു ഷെൽഫിന് സൈഡിലിരിക്കായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, നീ വാ പ്ലീസ്, നീ കളിക്കല്ല, നീ വാ എന്ന് പറയാണ്. അപ്പോൾ ആൻഷമ്മ പറയാണ്, സർ നിങ്ങൾ സത്യം പറയണത്, ഞാൻ അവിടെ നിന്ന് അനങ്ങത്തില്ല എന്ന് പറയാം. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ സ്റ്റെപ്പിൽ ആരോ നടന്നു വരുന്നത്. ഇതും കാണിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയാം. ബൈ.